ഹായ്, എല്ലാവർക്കും സോൺ ഓഫ് ഡോൺ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചിക്കൻ ദം ബിരിയാണിയാണ്. യൂട്യൂബിലൂടെ ഒത്തിരി ബിരിയാണികളുടെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്താ പ്രത്യേകത എന്നല്ലേ? ഞാനും ഒരുപാട് വീഡിയോ കണ്ടിട്ടുമുണ്ട്, ട്രൈ ചെയ്തിട്ടുമുണ്ട്. ഈ വീഡിയോസിൽ നിന്നും അമ്മയും കൂട്ടുകാരും പറഞ്ഞു തന്ന ടിപ്സും എല്ലാം കൂടി കാച്ചിക്കുറുക്കി ഞാൻ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ചിക്കൻ ദം ബിരിയാണിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് ഉറപ്പായും ഇഷ്ടമാകും. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിവിടെ 1 കിലോ ചിക്കൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചിക്കനിൽ മസാല പുരട്ടി വെക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. അത് 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഇല്ലെങ്കിൽ ഗരം മസാല ആണെങ്കിലും മതി. പിന്നെ 1 വലിയ ടേബിൾ സ്പൂൺ തൈര് ഇവ ആഡ് ചെയ്ത് നമുക്ക് വെള്ളം ഒഴിക്കാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ എല്ലാം നന്നായി മിക്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ഇനി കൈകൊണ്ട് തന്നെ ഇവ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചിക്കന്റെ എല്ലാ സൈഡിലും മസാല പുരണ്ടുവെന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ ഞാൻ എല്ലാം ചിക്കനിൽ നല്ലപോലെ മസാല പുരട്ടി വെച്ചു. ഇനി നമുക്കിത് മൂടി കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഇതിനു വേണ്ടി ഞാൻ 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 7 അല്ലി വെളുത്തുള്ളിയും മീഡിയം സൈസ് ഇഞ്ചിയും 7 പച്ചമുളകും കൂടി ഒരുമിച്ച് ചെറുതായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 5 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സവാള ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ 2 ചെറിയ സവാള കനം കുറച്ചിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 600 ഗ്രാം ബസുമതി റൈസ് നന്നായി കഴുകി കുതിർക്കാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും കുതിർക്കാൻ ഇടുന്നത് നല്ലതാണ്. ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. ഇനി ഇത് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. സവാള നന്നായി ഗോൾഡൻ കളർ ആവുമ്പോൾ ഇത് കോരി മാറ്റി വയ്ക്കാം. സവാള കരിഞ്ഞു പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം സെയിം എണ്ണയിൽ തന്നെ കാഷ്യൂ നട്ട് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഗോൾഡൻ കളർ ആയതിനു ശേഷം മാറ്റി വയ്ക്കാം. ഇനി 1 പിടി കിസ്മിസ് നമുക്ക് ഇതുപോലെ തന്നെ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഈ സെയിം ഓയിലിൽ തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ ഞാനിവിടെ മൂടി വെച്ചാണ് കുക്ക് ചെയ്യുന്നത്, കാരണം ഇതിൻ്റെ ഉള്ളിൽ സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ്. ഒരു വശമായി കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിടാം. ഇത് ഡീപ്പ് ഫ്രൈ ആകേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ഇനിയും കുക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്യാൻ ഇട്ട ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളവ ഫ്രൈ ചെയ്തെടുക്കാം. അരമണിക്കൂർ കുതിരാൻ ഇട്ടിരുന്ന നമ്മുടെ റൈസ് ഞാനിപ്പോൾ വെള്ളം പോകാൻ വേണ്ടി അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും വെള്ളം പോകാൻ വെക്കണം. ഇനി നമുക്ക് ദം ബിരിയാണിക്കുള്ള ചിക്കൻ മസാല ആക്കാൻ ചൂടായ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇവ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ 5 സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവ ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി വഴറ്റി മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മുടെ സവോള ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നന്നായി കുക്കായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മുടെ തക്കാളി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 3/4 ടീസ്പൂൺ നല്ല മുളക് പൊടി, കാശ്മീരി മുളക് പൊടി അല്ല, നല്ല മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചിക്കൻ മസാല തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല യൂസ് ചെയ്യാം. എനിക്ക് ചിക്കൻ മസാലയാണ് ഇഷ്ടം. ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ഞാൻ ആഡ് ചെയ്തു. ഇനി ഇതിന്റെ പച്ചമണം
മാറുന്നിടം വരെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യണം. ഇവിടെ ഞാൻ 2 വലിയ ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തൈര് നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എനിക്കൊരു ചെറിയ സ്വീറ്റ് മസാലയ്ക്കുള്ളത് ടേസ്റ്റായി തോന്നി, അതുകൊണ്ട് ചേർത്തതാണ് ഞാൻ. 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് കുറച്ചെടുത്ത് കൈകൊണ്ട് ക്രഷ് ചെയ്തൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ എല്ലാ ചിക്കനും ആഡ് ചെയ്ത് മിക്സ് ചെയ്യുകയാണ്. ചിക്കൻ എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി ഇത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ചെറിയ കറുവാപ്പട്ട, പിന്നെ ഒരു 2 ഏലക്ക, പിന്നെ 3 ഗ്രാമ്പൂ, പിന്നെ ഒരു 10-15 വലിയ ജീരകം, അതായത് ഫെനൽ സീഡ്സ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇടുക. ഇവിടെ വെള്ളത്തിന് ഉപ്പിന്റെ ടേസ്റ്റ് കുറച്ച് എടുത്ത് തോന്നിക്കുന്ന പോലെ ഉപ്പിടാൻ ശ്രദ്ധിക്കണം. റൈസ് കുക്ക് ചെയ്യാൻ എടുക്കുന്ന വെള്ളത്തിന് പ്രത്യേക അളവില്ല, കാരണം നമുക്കിത് ഊറ്റിക്കളയേണ്ട വെള്ളമാണ്. കുറച്ച് കൂടുതൽ വെള്ളം കുക്ക് ചെയ്യാൻ വെക്കുക. ഇത് വെള്ളം തിളച്ചിട്ട് വേണം അരിയിടാൻ. ഇപ്പം നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം ചിക്കൻ എല്ലാം നല്ല പാകമായി വെന്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റിന്റെ പകുതി ഗ്രേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല. എനിക്ക് ക്യാരറ്റ് ബിരിയാണി റൈസിന്റെ ഇടയ്ക്ക് കാണുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് ചേർത്തതാണ്. ഇനി നമ്മൾ വെള്ളം പോകാൻ വെച്ചിരുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മുറി നാരങ്ങയുടെ നീര് ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യും ആഡ് ചെയ്യാം. ഇവ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 12 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അരി കുക്ക് ചെയ്യണം. ഇപ്പം 12 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അരി നന്നായി കുക്കായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ ഇപ്പം മനസ്സിലാവും. ഇനി നമുക്കിത് അരിപ്പയിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ബിരിയാണി റൈസ് വെള്ളമെല്ലാം പോയി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ മസാല ആക്കിയ പാത്രത്തിൽ തന്നെയാണ് ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. ഈ പാത്രം അല്ലാതെ വേറെ പാത്രത്തിൽ ദം ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇതിലാണ് ദം ചെയ്യുന്നതേ ഉള്ളൂ. കൂടാതെ ദം ചെയ്യുമ്പോൾ ചിക്കൻ അടിയിൽ പിടിക്കുമെന്ന് പേടിയുള്ളവർക്ക് ഒരു പരന്ന പാത്രം ഇതുപോലെ അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിന്റെ മുകളിൽ ദം ചെയ്യേണ്ട പാത്രം വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഞാനിവിടെ അടിയിൽ പാത്രം വെച്ചല്ല കുക്ക് ചെയ്യുന്നത്. പാത്രം വെക്കാതെ നേരിട്ട് ദം ചെയ്യുന്ന പാത്രം അടുപ്പിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ചിക്കനൊക്കെ സെറ്റാക്കി വെച്ചു, എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. വളരെ ലോ ഫ്ലെയിമിലാണ് ഞാൻ തീ കത്തിച്ച് വെച്ചിരിക്കുന്നത്. ഗ്യാസിലെ ഏറ്റവും മാക്സിമം കുറയ്ക്കാൻ പറ്റുന്ന അത്രയും തീ കുറച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇടാം. അത് നന്നായിട്ട് പരത്തി ഇടാൻ ശ്രദ്ധിക്കുക.
ഇപ്പൊ നമ്മുടെ ഒരു സെറ്റ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്യുക. ഇനി ബിരിയാണിക്ക് കളർ കിട്ടാൻ വേണ്ടി ഞാൻ മഞ്ഞൾപ്പൊടി പാലിൻ്റെ അകത്ത് ജസ്റ്റ് മിക്സ് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾ കളർ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ റോസ് വാട്ടർ ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് പൈനാപ്പിൾ എസൻസും ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള റൈസും ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. റൈസ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞ കളർ ആഡ് ചെയ്യാം. മഞ്ഞ കളർ മീൻസ് ഞാൻ പാലിൽ മഞ്ഞപ്പൊടി കലക്കിയതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് നെയ്യ് ആഡ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പൈനാപ്പിൾ എസൻസും റോസ് വാട്ടറും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ദം ചെയ്യാൻ ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഫോയിൽ പേപ്പർ കൊണ്ട് ബിരിയാണി മൂടി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പൊക്കത്ത് അടപ്പ് വെച്ച് ഒരു അരമണിക്കൂർ നമുക്ക് വളരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഏറ്റവും കുറഞ്ഞ തീ വേണം വെക്കാൻ. ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബിരിയാണി അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. ഇപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നെയ്യുടെയും പിസ്തേന്റെയും ഒക്കെ മണം വരുന്നുണ്ട്. നല്ല സൂപ്പർ മണമാണ്. ഇപ്പൊ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇതാ നമ്മുടെ അടിപൊളി നമ്മുടെ ചിക്കൻ ദം ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല ചൂട് ആവി പറക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാകും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ചോറൊന്നും കട്ട പിടിച്ചിട്ടില്ല. അരിയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ബിരിയാണി ഞാൻ വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.